കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ജാമ്യം കൊടുത്താൽ ഇവർ ഇനിയും മതപരിവർത്തനം നടത്തുമെന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നിലപാടിനെ കന്യാസ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്ന കേരളത്തിലെ BJP തള്ളി പറയുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരിടത്തിലും നിൽക്കാൻ കഴിയൂ? രണ്ടു വഞ്ചിയിൽ കാല് വെക്കാൻ കഴിയില്ലല്ലോ നിവിൻ. അല്ല, നമ്മൾ രണ്ടു വഞ്ചി കാല് വെക്കുന്നില്ലല്ലോ. അല്ല, ഛത്തീസ്ഗഡിലെ BJPക്കൊപ്പം കേരളത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം അതെങ്ങനെ ശരിയാകും? അല്ല, ഞങ്ങൾ കേരളത്തിലെ നിലപാടാണ് പറഞ്ഞത്. ഞങ്ങൾ കേരളീയർക്കൊപ്പമാണ്. കേരളീയരാണ് അവരെ. അല്ല, ഞങ്ങൾ കേരളത്തിലെ നിലപാടാണ് ഞങ്ങൾ പറയാം. അല്ല, അപ്പോൾ ഛത്തീസ്ഗഡിൽ വേറെ നിലപാടാണോ BJPക്ക്? അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇനി ചോദ്യങ്ങളൊന്നും ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലല്ലോ, ഛത്തീസ്ഗഡിൽ ഇവരെ തൂക്കിക്കൊല്ലാനുള്ള നിലപാട് എടുത്തിട്ടില്ലല്ലോ. മതപരിവർത്തനം നടത്തുമെന്ന് സർക്കാരാണ് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ. അത് പ്രോസിക്യൂഷൻ ആണ്, അതായത് പോലീസാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? അതിൽ ബിജെപിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ, ഛത്തീസ്ഗഡിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ നിലപാട് എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. അത് നിങ്ങൾ BJPയുടെ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് പ്രസിഡന്റിനോട് ചോദിക്കണം. എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൃത്യമായി BJPയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഛത്തീസ്ഗഡിലെ BJPയുടെ നിലപാട് ചോദിച്ചാൽ അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പറയാം, ശരി, അങ്ങ് എന്നെ കേൾക്കൂ അല്പസമയം. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ കന്യാസ്ത്രീകൾക്കെതിരാണ്. അവരെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിന് മുൻപുണ്ടായ കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് വിശദമായി. അപ്പോൾ അറസ്റ്റ് നടന്നു കഴിഞ്ഞു. ആ അറസ്റ്റിൽ ഒരു മിനിറ്റ്, ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത്. ആ കേസ് ഇന്നലെ കോടതിയിൽ പരിഗണിക്കവേ ഇവർക്ക് ജാമ്യം കൊടുത്താൽ അവർ ഇനിയും മതപരിവർത്തനം നടത്തുമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടെടുത്തു. ആ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് BJP ആണ്. അപ്പോൾ ആ നിലപാടിനെതിരാണോ കേരളത്തിലെ BJP? അത് പറയൂ. അതായത് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീമാർക്കെതിരല്ല. ഈ പ്രസ്തുത വിഷയത്തിൽ കോടതിയിൽ കൊടുത്ത ബെയിൽ ഒബ്ജക്ഷൻ ഓർഡറിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾ ഈ പറയുന്നത്. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് കൊടുത്തത്. ഛത്തീസ്ഗഡ് BJP കന്യാസ്ത്രീകൾക്ക് എതിരാണെന്ന് ഒരു ബ്ലേറ്റന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്. പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാണ്, വളരെ ക്ലിയർ ആണ്, ഷാർപ്പ്. അല്ല, അതുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തൃശ്ശൂരിൽ നിന്ന് കുറെ പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് 3 വർഷം കോടതി കയറി ഇറങ്ങാൻ വിളിച്ചു കൊടുത്തത്. 2025 ജൂലൈ വരെ ഇറങ്ങാൻ വിട്ടത്. ആ കേസ് പരിഗണിക്കവേ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ മതപരിവർത്തനം നടത്താനായി വന്നവരാണ്, ഇവരെ പുറത്തുവിട്ടാൽ അവർ ഇനിയും ആളുകളെ മതപരിവർത്തനം ചെയ്യും എന്നൊരു നിലപാടെടുത്തോ? അല്ല, നിങ്ങൾ എന്തിനാണ് അപ്പോൾ റെയിൽവേ പോലീസ് കോഗ്നൈസൻസ് എടുത്തത്? എന്തിനാണ് ഈ ചാർജ് ഈ FIR ചെയ്തു കൊടുത്തത്? എന്തിനാണ് IPC 370 ചാർജ് കൊടുത്തത്? അതേ റെയിൽവേ പോലീസ് അല്ലേ ഛത്തീസ്ഗഡിലും അവരെ അറസ്റ്റ് ചെയ്തത്? അപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? നിങ്ങൾക്ക് റെയിൽവേ പോലീസ് വേറെ, കേരളത്തിലേക്ക് വരുമ്പോൾ റെയിൽവേ പോലീസ് ഒന്ന്, സംസ്ഥാന സർക്കാർ ഒന്ന്, അതെങ്ങനെയാണ്? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താണ് പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് റെയിൽവേ പോലീസ് അതത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ്. നിങ്ങളിത് കേന്ദ്ര സർക്കാരിലേക്ക് ഇക്വേറ്റ് ചെയ്യണ്ട. കേരളത്തിൽ തൃശ്ശൂരിൽ ആളുകളെ പിടിച്ച് IPC 370 പ്രകാരം കേസെടുത്തത് കേരളത്തിലെ റെയിൽവേ പോലീസാണ്. ഛത്തീസ്ഗഡിൽ ഈ സന്യാസിനിമാർക്കെതിരെ കേസെടുത്തത് ഛത്തീസ്ഗഡിലെ റെയിൽവേ പോലീസാണ്. അത് നിഷേധിക്കുന്നില്ല. അതെങ്ങനെ നിഷേധിക്കാൻ പറ്റുക? സത്യം നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. നിബിന്റെ മുന്നിൽ ഈ കൈരളിയുടെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. നിബിൻ, ഒരു മിനിറ്റ്. നിബിന്റെ മുന്നിൽ കൈരളിയുടെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? പറയൂണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ നിബിൻ കാണുന്ന അതേ ദൃശ്യം ഞാനും കാണുകയാണ്. കന്യാസ്ത്രീകളെ വിചാരണ ചെയ്യുന്ന, അപ്പോൾ ഈ ചുരിദാർ ഇട്ടവരായിരിക്കുമല്ലേ റെയിൽവേ പോലീസ്? ഛത്തീസ്ഗഡിൽ മഞ്ഞ ഷോള്, അതേതാണ് ഓറഞ്ച് നിറത്തിലുള്ള ഷോളൊക്കെ ഇട്ട വെള്ള ചുരിദാർ ഇട്ടായിരിക്കും റെയിൽവേ പോലീസ് വരുന്നത് അല്ലേ? ബാഗൊക്കെ ഇങ്ങനെയായിരിക്കും പരിശോധിക്കുന്നത് അല്ലേ? അത് അങ്ങ് പറയേണ്ടതാണ് അതാരാണെന്ന്. അത് അങ്ങയുടെ മാത്രം വ്യാഖ്യാനമാണ് അതാരാണെന്നുള്ളത്. അത് റെയിൽവേ പോലീസ് അല്ല എന്ന് കാണുന്ന ആർക്കും അറിയാലോ. ഇവരുടെ പേരാണ് ബജ്രംഗ് ദൾ. ഇവരാണ് സ്റ്റാൻ സ്വാമിയെ കൊന്നത്. ഇന്നത്തെ കന്യാസ്ത്രീകളെ കൊല്ലാനായി തടഞ്ഞു വെച്ചതാണ്, പക്ഷെ സാധിച്ചില്ല. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അവർ രക്ഷപ്പെട്ടു.
എല്ലാം അക്യൂസ് ചെയ്ത് പോവല്ലേ? അല്ലെ ദൃശ്യങ്ങളല്ലേ, പറയൂ. അല്ല, ബജ്രംഗദൾ പ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. അവരാരാണ്, പോലീസാണോ? ഇവരെ കയ്യേറ്റം ചെയ്യുന്നൊന്നുമില്ലല്ലോ. അവരാരാണ്, പോലീസാണോ? ബാഗൊക്കെ പരിശോധിച്ച് തുണിയൊക്കെ വലിച്ച് പുറത്തിടുന്നുണ്ട്, പോലീസാണോ? അല്ല, ബജ്രംഗദളിന്റെ നിലപാട് പറയേണ്ടത് ഞാനല്ല. നിങ്ങളിത് ദൃശ്യം കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബജ്രംഗ് ദളിന്റെ നിലപാടല്ലേ താങ്കൾ പറയുന്ന ബി.ജെ.പി. നേതൃത്വം നൽകുന്ന സർക്കാർ സാധൂകരിച്ച് കൊടുത്തത്? നിങ്ങൾ ചോദിച്ചു അത് റെയിൽവേ പോലീസാണെന്ന്. നിങ്ങൾ ചോദിച്ചു അത് റെയിൽവേ പോലീസാണെന്ന്. ഞാൻ പറഞ്ഞു യൂണിഫോം ഇല്ല, റെയിൽവേ പോലീസ് അല്ല. അപ്പോൾ അത് ബജ്രംഗ് ദളാണ്. വളരെ ക്ലിയർ ആണ്. അത് ബജ്രംഗ് ദളാണ് സുഹൃത്തെ. ബജ്രംഗ് ദൾ, സ്റ്റാൻ സ്വാമിയെ കൊന്ന ബജ്രംഗ് ദളാണത്. അവരാണ് അവിടെ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചത്, പരിശോധിക്കുന്നത്. അതിനാര് ഉത്തരവാദിത്തം പറയും? ആ സ്റ്റേറ്റിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്, പറയൂ. ആൾക്കൂട്ട വിചാരണയാണ്. അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, ആൾക്കൂട്ട വിചാരണ ചെയ്തിട്ടില്ലല്ലോ, അവരന്വേഷിക്കുന്നല്ലേ ഉള്ളൂ. അത് അന്വേഷിക്കുന്ന ഒരു പോലീസാണോ? നിങ്ങൾക്ക് ഈ ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും മധ്യപ്രദേശിലെയും സ്ഥിതി അറിയാത്തത് കൊണ്ടാണ്. എന്താണ് സ്ഥിതി? അല്ല, അവിടെ നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ അജിറ്റേറ്റഡ് ആണ്. അപ്പൊ ജനങ്ങൾ അജിറ്റേഷന്റെ ഭാഗമായിരിക്കാം. ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബജ്രംഗ് ദളാണോ? ഇത് ഈ ജനങ്ങളുടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബജ്രംഗ് ദളാണോ? നിങ്ങളാണ് അക്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളാണ് പറയുന്നത് വിഷ്വൽ ഉള്ളത് ബജ്രംഗ് ദളാണെന്ന്. നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്? ഞാൻ പറയുന്നത് താങ്കൾ വിശ്വസിക്കൂ, അത് ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. ഓക്കെ, ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അതെന്താണ് എടുക്കാത്തത്? നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടാണോ ചോദിക്കേണ്ടത്? താങ്കൾ എന്താണ് പറയുന്നത് സുഹൃത്തെ? ഞാൻ മടങ്ങി വരാം.